ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിലെ ഇഫ്താർ പാർട്ടിയുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിലൊരു 3 നല്ല പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും കൂടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കൽമാസിനുള്ള മാവും അതുപോലെ കൽമാസിനകത്ത് വെക്കുന്ന ഫില്ലിങ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അരിപ്പൊടി ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് തേങ്ങയും ജീരകവും ഉള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ലൊരു ബീഫ് മസാല റെഡിയാക്കിയെടുത്തു. നല്ലൊരു മസാല, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത് നല്ലത് കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഉന്നക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും ആ ഒരു രീതിയിൽ കേട്ടോ. കൽമാസ് എന്ന് പറയുമ്പോൾ തന്നെ മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാനങ്ങ് ചെയ്തു. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരു 6-7 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ നല്ലൊരു റെസിപ്പി കാണിച്ചു തരാം. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു സവാള, കുറച്ച് ഉണക്കമുളക്, ഒരു 3-4-5 വെളുത്തുള്ളി. ഇത് നമ്മളുടെ എന്തോരം നമ്മൾ ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് എടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 പീസ് എടുത്തിട്ടുണ്ട്. അതിനാണ് ഈ ഒരു അളവ്. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറേശ്ശായിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ വേണം അരയ്ക്കാൻ, ഉപ്പും വേണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക, കുറച്ച് അതിന് ചേരുന്ന വെളുത്തുള്ളി അതുപോലെ സവാള ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് 2-3 ബാച്ചായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം കുരുമുളക് പൊടിയും ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സമൂസാൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ നീളത്തിലുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് നേരെ പകുതിയാക്കി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിൽമ പാലിൻ്റെ കവർ ഉണ്ടല്ലോ അതിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ സൈഡൊന്ന് റബ്ബർ ഇട്ടൊന്ന് കെട്ടി വെച്ചാലും മതി കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് ബാഗ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ സമൂസ ഷീറ്റിൻ്റെയും ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ മതിയാവും, ഒരുപാട് വെക്കരുത്, കാരണം ഇത് വേവാത്ത ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂസ ഷീറ്റ് പെട്ടെന്ന് നമ്മൾ പൊരിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. പെട്ടെന്ന് മുരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ മാത്രം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് നമ്മൾ മൈദൻ്റെ പേസ്റ്റ് തേച്ചിട്ട് നമ്മളിതൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. അധികം വഴറ്റലോ കാര്യങ്ങളോ പുഴുങ്ങലോ ഒന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് റെഡിയായി കിട്ടും ഈ ഒരു ഐറ്റം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ റെസിപ്പിയാണെന്ന് ഞാൻ പറയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ താഴ്ഭാഗത്തായിട്ട് നമ്മൾ മൈദപ്പശ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് പൈപ്പ് ചെയ്തും കൊടുക്കാവേ. എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്ത് മൈദപ്പശ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ, ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റിക്സ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം റോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിഠായി കിട്ടൂലേ, പിന്നെ അകത്ത് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള, അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇത് സംഭവം. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഒരു മയണൈസും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ അത് നമ്മളാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പെരട്ടാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ നമ്മൾ ഏകദേശം ഒരു 2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാൻ അനീനായും അതുപോലെ സിബിതായും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടാണ്. പിന്നെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നോമ്പ് തുറക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എപ്പോൾ തീരും എന്നുള്ളൊരു ടെൻഷനായിരുന്നേ. പിന്നെ കുറേയൊക്കെ അടുപ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്തു. എങ്ങാനും തീർന്നു പോയാലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തൊരു ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ചെയ്തത്. പക്ഷെ അവിടെ അതും തീർന്നു. പെട്ടെന്ന് തീരും കേട്ടോ അവിടുത്തെ ഗ്യാസൊക്കെ. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊരു ടെൻഷനായിരുന്നു ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ പഠിച്ചവൻ കാത്ത് തീർന്നൊന്നുമില്ല കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമുക്കിങ്ങനെ ഒരുപാട് ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനാണല്ലോ. നോമ്പുറൊക്കെ ആകുമ്പോഴത്തേക്കും തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ തൃക്കുന്നപ്പുഴ വീട്ടിലുള്ളപ്പം നോമ്പറൊക്കെ ഉണ്ടാക്കിയില്ലേ, ഷവർമ പോക്കറ്റ്സ്, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യക്കൂട്ടൻ അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈദയും ഈസ്റ്റും ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. ഇതും നല്ല എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അധികം വഴറ്റാത്തയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ നോക്കിയിട്ട് ഗ്യാസൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്നൊരു നോമ്പുറ നടത്തിയത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ അനീനയും അതുപോലെ സിബിത്തൊക്കെ നേരത്തെ തന്നെ വന്ന് പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത്തവണ എന്തോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇതാണ് ഇത്രയും വൈകിപ്പോയത്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു നോമ്പുറ ഉണ്ട് കേട്ടോ. അത് ഞാൻ നാളെ ഇൻഷാല്ലാ വീഡിയോ ഇടാവേ. പിന്നെ ഞാനൊരു ചെറിയ പുഡിങ്ങും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറൊരു സംഭവം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇടയ്ക്ക് കുളവായെങ്കിലും ഞാനത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. പക്ഷേ പുഡിങ് നല്ല കിടിലനായിട്ട് വന്നിട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും നന്നാവുമെന്ന്. അപ്പോൾ ഞാൻ കോൺഫ്ലോറും പാലും കൂടെ ഒന്ന് കലക്കിയതിന് ശേഷം പിന്നെ ബൂസ്റ്റും കുറച്ച് പാലും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് പഞ്ചസാരയും പിന്നെ ബാക്കി മിൽക്ക് മെയ്ഡും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് അപാകതകൾ സംഭവിച്ചു. വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അതൊന്നും കൃത്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ മീൻ കറി സെറ്റാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ചിക്കൻ കറി നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്. ഒന്ന് തിളപ്പിച്ചു കേട്ടോ ചിക്കന്. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ട് അതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല പൊടികളൊക്കെ ചേർത്ത് ആ ഒരു ഗ്രേവി നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ നമ്മുടെ സോയ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സാണ് കേട്ടോ ഈ ഒരു പെരട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ച് ഏകദേശം 1/4 വേവായിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ ഇത്. അതിലേക്ക് ഈ ഒരു പെരട്ടിൻ്റെ മസാല ഇട്ട് കൊടുക്കുകയാണേ. അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പെരട്ടിൻ്റെ ഈ മസാല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ തേങ്ങാക്കൊത്തും സവാള ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെരട്ട് റെഡി ആയിട്ടോ. ചിക്കൻ പെരട്ട് നമ്മുടെ ഒറോട്ടിയിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തായിരുന്നു റെഡി ആവുന്നത് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-4:30 ആയപ്പോഴേക്കും അനീനെ എത്തിയിട്ടുണ്ടായിരുന്നു നാത്തൂന്. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം നിറയ്ക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സമൂസയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് നിറച്ചെടുക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് അവർ വന്നപ്പോഴത്തേക്കിനും ഇറച്ചി ഉണക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനത്തെ ഈ ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. ഷോർട്സിൽ കുറേ കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. പിന്നെ അതൊന്ന് ഇതുപോലെ ചിരട്ട കരിച്ചിട്ട് അതൊന്ന് സ്മോക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ സ്മോക്ക് ആവുന്ന സമയത്ത് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ജാസിക്ക തന്നെ ഉണക്കിയെല്ലാം കൊണ്ടുവന്നിട്ട് ജാസിക്ക തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തു തന്നത്. പിന്നെ ഈ ഒരു മാവ് നല്ല പോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഷേപ്പ് വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തു എടുക്കാം. നമ്മളുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അനീനെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പൂരി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷവർമ പോക്കറ്റ്സിനുള്ളത് അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കുകയാണ്. ഇതുപോലെ 2 വശവും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് പൊന്തുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചുട്ടും എടുക്കാം കേട്ടോ. നല്ല നമ്മുടെ നമ്മുടെ കുബൂസായിട്ട് ചുട്ടുമെടുക്കാം. പിന്നെ ഷവർമയിൽ അതിൻ്റെ ഒരു മിക്സിലേക്ക് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മയോണൈസ്. ഇത് നമ്മൾ പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് കേട്ടോ ഈ ഒരു മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചിക്കന് ഓൾറെഡി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പൊരിച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നന്നായിട്ട് ഉള്ളിലത്തെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഷവർമ ആ ഒരു സംഭവം നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കാണ്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. ഷവർമേൻ്റെ ആ ഒരു മിക്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിങ്ങനത്തെ ഒരു ഫ്രൈഡ് പൂരിയിൽ നിറച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുക. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. പെട്ടെന്നാണ് ഉണ്ടാക്കാൻ. അതുപോലെ നല്ല ഫില്ലിങ്ങും ആണ്.
പിന്നെ സിബീത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബീത്ത പിന്നെ അതെല്ലാം ഒന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം നിറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റിക്സ് എല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സമൂസയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൽമാസ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചും എടുത്തു കേട്ടോ. പിന്നെ ചായ ഇടുന്നുണ്ട്. ജാസിക്കാരുടെ വീട്ടിൽ നിന്നുകൊണ്ടൊന്ന് ചാമ്പയ്ക്ക അതൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തനൊക്കെ കുട്ടികളാണ് കേട്ടോ അരിഞ്ഞു തന്നത്. പിന്നെ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കിയെടുത്തു. അതിൽ കുറച്ച് ഒറിഗാനൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി സോസ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. മയോണൈസ് തന്നെ മിക്സ് ചെയ്തിട്ട് ഒറിഗാനൊക്കെ ചേർത്ത് നല്ലൊരു സോസ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ഐറ്റമാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് നമുക്കുള്ളത്. 4 ഐറ്റം കിടിലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് അരിഞ്ഞില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് വെറുതെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നാരങ്ങ വെള്ളവും മാങ്ങാ ജ്യൂസും ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. നല്ല നോമ്പുകറിയായിരുന്നു. ഉഷാറായിട്ട് എല്ലാവർക്കും എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോൾ ആണ് സിബിത കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പെരുന്നാളിനുള്ള പുതിയ ഡ്രസ്സുകൾ, ഹാദുക്കുട്ടനും ഉമ്മിക്കും വാപ്പിക്കും ഒക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. കൊണ്ടുവന്ന് വെച്ചെങ്കിലും നോമ്പൊക്കെ തുറന്നിട്ട് സമാധാനമായിട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഐഷുവിനും നൈറൂനും എല്ലാ പ്രാവശ്യവും ഒരു ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാമായിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ആ സമയത്ത് ജാസിക ഇവിടെ നമ്മുടെ ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഒരു സ്മോക്ക് ചെയ്ത സാധനം നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് സാധനങ്ങളൊന്നും വേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടിയും ഉപ്പ് ഓൾറെഡി അതിൽ തേച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടിയും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒരു സാധനം ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നില്ല. പക്ഷേ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ബീഫും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇടിയിറച്ചിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുരുമുളക് പൊടി, കറിവേപ്പില, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തു. പിന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് തറാവീഹ് നിസ്കരിച്ചത് കേട്ടോ. ഇന്ന് ഐഷാമോളാണ് ഇമാമത്ത് നിന്നത്. നല്ലതായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ദുആ ചെയ്യുക. ഈ യുദ്ധമൊക്കെ മാറി, ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് ഇടങ്ങേറാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.